ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ആഷിഖ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ രണ്ടാം ഭാഗത്തിന് ശേഷം മൂന്നാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തികാരനാണ് പടത്തിൽ നായകനായി എത്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നായികയായിട്ട് ശ്രീലീലയാണ് വരുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ മഹാ അവതാർ നരസിംഹ എന്ന് പറഞ്ഞ പടത്തിലത്തെ വെൻ അധർമ്മ റൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരുന്നുണ്ട്. അതിന്ന് 12/13 റിലീസ് ചെയ്യാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജയ് മെയിൻ കഥാപാത്രം എത്തുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. സർട്ടൻഡർ മാരത് വാൻലി എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മായക്കൂത്ത് എന്ന് പറഞ്ഞ പടത്തിലത്തെ രസിക റാറ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അതിന്ന് 5 മണിക്കാണ് പുറത്തിറക്കാനുള്ള അറിയിച്ചിട്ടുണ്ട്. ജി പ്രകാശ് ആയിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാരിരോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ് 3-ാം തീയതി. അപ്പോൾ കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. 2 ലിസ്റ്റാണ് കിട്ടിയിട്ടില്ല, 2 കാണിക്കാം. പിന്നെ പടത്തിന്റെ ട്രെയിലർ വരുന്നതിന്റെ ഭാഗമായിട്ട് 3 days to go എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ തമിഴ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ ടെക്സാസ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആങ്കോങ് കി ഗുസ്താങ്കിയ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ വരുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെ പറന്ന് പോകുന്ന പറഞ്ഞത്തിന് ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ രവിമോഹൻ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, രവിമോഹൻ. അപ്പോൾ ആളുടെ പ്രൊഡക്ഷനിൽ വരുന്ന പടത്തിലേക്ക് കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. എന്തായാലും കാർത്തിക് യോഗി എന്ന് പറഞ്ഞിട്ടുള്ള ആള് എടുക്കുന്ന ബ്രോക്കോഡ് എന്ന് പറഞ്ഞ പടത്തിലേക്കാണ് കാസ്റ്റിംഗ് കോൾ വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. എന്തായാലും രവിമോഹൻ തന്നെയാണ് ഇതിൽ നായകനായി എത്തുന്നത്. പിന്നെ സർജമി എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും എന്ന് പറഞ്ഞിരുന്നു. പൃഥ്വിരാജും കാജലൊക്കെ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 25-ാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ മാ എന്ന് പറഞ്ഞിട്ട് പടം പുറത്തിറങ്ങിയായിരുന്നു. അത് 25.41 കോടിയാണ് ഇതുവരെയായിട്ട് നേടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അക്ഷരതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ റിലീസ് ജൂലൈ 4-ാം തീയതിയാണ് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ വന്നു. പിന്നെ മണ്ഡലം മർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തുനിന്ന്. അത് ജൂലൈ 25-ാം തീയതിയാണ് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മേഘാലി ഷെപ്പിനെ പ്രേമകഥ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടത്തെ ഗലഗല എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രാമ്പ് എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് പറഞ്ഞു അത് വന്നിട്ടുണ്ട്. പിന്നെ ദ ഹണ്ട് സോണി ലിവിലൂടെ ജൂലൈ 4-ാം തീയതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ട് ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ധീരൻ എന്ന് പറഞ്ഞിടത്തിലത്തെ ലവ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 5 മണിക്ക് വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പൂരി ജഗന്നാഥ് വിജയ് സേതുവിനെ വെച്ചൊരു പടം എടുക്കുന്നുണ്ട് എന്നുള്ള അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പൂരി കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് മെയിനായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് പറഞ്ഞിരുന്നതിൽ. അതുകൂടാതെ ഇപ്പോൾ JB മോഷൻ പിക്ചേഴ്സും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് പ്രൊഡക്ഷൻ്റെ. അപ്പോൾ അത് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഇതിന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മൈ ഓക്സ്ഫോർഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 1-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിടത്തിൻ്റെ ഭാഗത്ത് ധ്യാൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു ബുക്കിൻ്റെ കവർ പേജ് മാതിരിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ധ്യാൻ്റെ പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർ പോലത്തെ ഇതായിട്ട് എനിക്ക് തോന്നിയത്, വേറെ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വെട്ടിമാറിൻ്റെ അടുത്ത പടം വടച്ചെന്നൈൻ്റെ യൂണിവേഴ്സിൽ വരുന്ന പടം എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ STR വെച്ചിട്ടുള്ള പടം എന്നുള്ളത്. എന്തായാലും വടച്ചെന്നൈൻ്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് ധനുഷിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ധനുഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും STR വെച്ചിട്ടുള്ള വടച്ചെന്നൈ യൂണിവേഴ്സിൽ വരുന്ന പടം കാണാൻ സാധിക്കും. പിന്നെ തേരെ ഇഷ്കുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി പടം ഷൂട്ട് നടന്നിരുന്നു ധനുഷിൻ്റെ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയതെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സാഹസം എന്ന് പറഞ്ഞിട്ടുള്ള പടം സണ്ണിവേനി നരൻ ബാബുവിനൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. വിപിൻ കൃഷ്ണനാണ് പടത്തിന്റെ ഡയറക്ടർ. 21 grams എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത ആളാണ്. 21 grams അടിപൊളി പടമായിരുന്നു. എന്തായാലും ഈ പടത്തിന്റെ റിലീസ് ഓഗസ്റ്റ് 7-ാം തീയതി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിൽ, കല്യാണി പ്രിയദർശൻ, വിനയ് ഫോർട്ട്, ബാബുവിനൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിരുന്നു പടം. അൽതാഫ് സലീമാണ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റിലീസ് ഓണത്തിനായിരിക്കും എന്നുള്ള മുന്നേ നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ റിലീസ് ഡേറ്റ് കറക്റ്റായി പറഞ്ഞു കേൾക്കുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. അപ്പോൾ എന്തായാലും ഓണത്തിന് ആ പടം എത്തും. പിന്നെ നെയ്പോളിയും അഖിൽ സത്യം പടം ദ ഗോസ്റ്റ് സ്റ്റോറി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്ന ഒരു പടമാണ്. എന്തായാലും അതിന്റെ പേര് സർവം മായ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പടം ഡിസംബർ 19-ാം തീയതിയോ അല്ലെങ്കിൽ ഡിസംബർ 25-ാം തീയതിയോ ക്രിസ്മസ് ബേസ് ചെയ്തിട്ട് പുറത്തിറക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാന്ന് തോന്നുന്നുണ്ട്. ഇന്ന് 7 മണിക്ക് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഡേറ്റുകളൊക്കെ ഒഫീഷ്യലി വന്ന സംഭവങ്ങളാണ്, അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ രാമായണം എന്ന് പറഞ്ഞിട്ടൊരു വലിയ ബ്രഹ്മാണ്ഡ പടം വരുന്നുണ്ട്. രൺബീർ കപൂറും സായി പല്ലവിയും യശോക്കെ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന പടം. എന്തായാലും ആ പടത്തിന്റെ ക്ലിംസ് ജൂലൈ 3-ാം തീയതി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ, ഗംഭീരാവട്ടെ. വലിയ കാസ്റ്റാണ് പടത്തിൽ. പിന്നെ പറക്കം ഒപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പടമായിരിക്കും ദിലീപിന്റെ അടുത്തായിട്ട് ഷൂട്ട് തുടങ്ങാൻ പോണ പടം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കുറെ മുന്നേ അനൗൺസ് ചെയ്തിട്ട പടമാണ്. പടത്തിന്റെ പൂജ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. തുടങ്ങട്ടെ, ഗംഭീരമായി വരട്ടെ. പിന്നെ ആർജ ബാലാജി സൂര്യനെ വെച്ചിട്ടെടുത്ത സൂര്യയുടെ 45-ാമത്തെ പടമാണ് കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ പടത്തിന്റെ റിലീസ് ദിവാലിക്കായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒക്ടോബർ ടൈമിലായിരിക്കും പടത്തിന്റെ റിലീസ് ഉണ്ടാവുക. അപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. VFX വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിന്റെ ഹിന്ദിയിലത്തെ പേര് കൂലി ദ പവർ ഹൗസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാൽ കൂലി എന്ന് പറഞ്ഞ പേരിൽ അവിടെ ഓൾറെഡി 2-3 പടമുണ്ട്. അതുകൊണ്ട് കൂലി എന്ന് മാത്രമായിട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൂലി ദ പവർ ഹൗസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സിന്റെ കാര്യം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, 90 കോടിക്ക് വിറ്റുപോയി എന്നുള്ള രീതിയിലൊക്കെ. അതിപ്പോഴും അങ്ങനെയൊക്കെ കേൾക്കുന്നത്. അംസിനി എന്റർടൈൻമെന്റ്സ് ആണ് എടുത്തിട്ടുള്ള രീതിയിലും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അംസിനി എന്റർടൈൻമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. സൺ പിക്ചേഴ്സ് ഒരു ചെറിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അതിലാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ തെലുങ്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് ഏഷ്യൻ മൾട്ടിപ്ലക്സസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മമ്മൂട്ടി പങ്കുവച്ചിട്ടുള്ളതല്ല, വേറെ ആൾ പങ്കുവച്ചിട്ടുള്ളതാണ്. എന്തായാലും ആൾ തിരിച്ചു വരാൻ പോവാണ്. മിക്കവാറും ഈ മാസം ജൂലൈയിൽ ആൾ MMN ജോയിൻ ചെയ്യാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള സെപ്റ്റംബറിൽ റിലീസ് ആവുന്ന രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ
കേൾക്കുന്നത് സെപ്റ്റംബർ 5 എന്നുള്ളതാണ്. എന്തായാലും സെപ്റ്റംബർ 5 വരുന്ന പ്രതീക്ഷിക്കാം. വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. തമിഴിൽ നിന്ന് വരുന്ന ആളുടെ ഒരു പടമാണ് അത്. വിനായം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മലയാളത്തിൽ വരാൻ പോകണം പടം. അവിടത്തെ ദുൽഖർ സൽമാൻ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. ഓഗസ്റ്റിലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നുള്ളതാണ് കേട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ജൂലൈയിൽ തന്നെ ആൾ ജോയിൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഷൂട്ട് തീർക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിളിലേക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.